കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറിൽ പാർലമെന്റ് മാർച്ച് നടത്തിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ക്രൂരമായി ഡൽഹി പോലീസ് തല്ലിച്ചതച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ റാംമനോഹർ ലോഹ്യ ആശുപത്രിയിലും അതുപോലെ ഡൽഹിയിലെ മറ്റ് ആശുപത്രിയിലും ചികിത്സ തേടിയിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തെ സംബന്ധിച്ച പ്രധാനമന്ത്രി ഇതുവരെയും യാതൊരു തരത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നില്ല. ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഡൽഹി പോലീസിന്റെ ചുമതലയുള്ള അമിത്ഷാ ഒരു പ്രസ്താവന നടത്തുകയോ ഈ സംഭവത്തെക്കുറിച്ച് അവിടെ വിശദീകരണം നൽകുകയോ ചെയ്തില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ലോക്സഭയിലെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഡൽഹിയിലെ റാംമനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം സ്പീക്കറെയും അതോടൊപ്പം തന്നെ മറ്റ് സ്പീക്കറെയും ഉൾപ്പെടെ കണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടും ഗവൺമെന്റ് ഭാഗത്തുനിന്നോ സ്പീക്കറുടെ ഭാഗത്തുനിന്നോ യാതൊരു അനുകൂലമായ നടപടിയുണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അത് വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന നിരാസകാര സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത 18ഓളം വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരം നടത്തുന്നത്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല, ആഭ്യന്തരമന്ത്രി തയ്യാറായിട്ടില്ല. ഇന്നലെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ JP നഡ്ഡയെ കണ്ട് ഈ ആവശ്യങ്ങൾ രേഖാമൂലം എഴുതി കൊടുത്തിട്ടും അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഡൽഹിയുടെ പല ഭാഗങ്ങളിലും വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുകയാണ്. പോലീസ് ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വൈകുന്നേരം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് റേസ് കോഴ്സ് വസതിയിലേക്ക് മാർച്ച് നടത്തി അറസ്റ്റ് വരിച്ചിരിക്കുന്നത്. സമാധാനപരമായി മാർച്ച് നടത്തി പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാക്കന്മാർ ലോക്സഭയിലെ രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ വനിതാ എംപിമാർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 150ഓളം എംപിമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത്